ഓട്ടൻതുള്ളൽ കലാകാരനായ ഒരു പോലീസുകാരനുണ്ട് തൃശ്ശൂരിൽ. SI ആയി വിരമിച്ച മണലൂർ ഗോപിനാഥ് 3 പതിറ്റാണ്ടായി ഓട്ടൻതുള്ളൽ രംഗത്ത് സജീവമാണ്. വിരമിച്ചപ്പോൾ ലഭിച്ച തുക മുഴുവൻ ചെലവഴിച്ച് വീടിനോട് ചേർന്ന് കൂത്തമ്പലം നിർമ്മിച്ച് ഓട്ടൻതുള്ളൽ പരിശീലനം നൽകുകയാണ് ഈ കലാസ്നേഹി. മണലൂർ സ്വദേശിയായ പൂക്കാട്ട് വീട്ടിൽ ഗോപിനാഥ് 34 വർഷത്തെ സേവനത്തിന് ശേഷം SI ആയാണ് 5 വർഷം മുൻപ് വിരമിക്കുന്നത്. 3 പതിറ്റാണ്ടായി ഇദ്ദേഹം ഓട്ടംതുള്ളൽ കലാകാരനാണ്. പ്രൊഫഷണൽ നാടകങ്ങളിലും കമ്പമുണ്ടായിരുന്നുവെങ്കിലും ഓട്ടംതുള്ളലിൽ ശോഭിക്കാനായിരുന്നു ഗോപിനാഥന്റെ നിയോഗം. ഇദ്ദേഹത്തിന്റെ ഓട്ടംതുള്ളലിന് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നല്ല പ്രോത്സാഹനം ലഭിച്ചു. പുരാണ കഥകൾ ഓട്ടംതുള്ളലായി അവതരിപ്പിക്കാനുള്ള സർക്കാരിന്റെ അനുമതിയും ഗോപിനാഥന് ഉണ്ടായിരുന്നു. അയ്യായിരത്തിലധികം വേദികളിൽ ജോലിക്കിടയിലും ഓട്ടംതുള്ളലുമായി മണലൂർ ഗോപിനാഥ് എത്തി. സ്കൂൾ കലോത്സവങ്ങളിലും ആയിരങ്ങൾക്ക് തുള്ളൽ പരിശീലകനായി. വിരമിച്ചപ്പോൾ ലഭിച്ച തുക മുഴുവനും തുള്ളൽ കളരിക്ക് വേണ്ടിയാണ് ചിലവഴിച്ചത്. വർഷങ്ങളായി വീടിനോട് ചേർന്നുള്ള പരിശീലന കളരിക്കൊപ്പം പുതിയ കൂത്തമ്പലം കെട്ടി ഓട്ടംതുള്ളലും കളരിപ്പയറ്റും കഥകളിയും ചെണ്ടവാദ്യവുമെല്ലാം പരിശീലിപ്പിക്കാൻ കേന്ദ്രമൊരുക്കി. 150 കുട്ടികൾക്ക് ഇവിടെ പരിശീലനം നൽകി വരുന്നുണ്ട്. ഓട്ടംതുള്ളൽ അഭ്യസിപ്പിക്കുന്നത് ഗോപിനാഥൻ തന്നെയാണ്. എൻ്റെ 35 കൊല്ലത്തെ പോലീസ് സേവനത്തിനൊപ്പം തന്നെ 3.5 പതിറ്റാണ്ടോളം ഞാൻ ഈ ഓട്ടംതുള്ളൽ എന്ന മലയാളത്തിൻ്റെ തനത് കലയും ഒപ്പം ചേർത്ത് കൊണ്ടുപോവുകയായിരുന്നു. എൻ്റെ റിട്ടയർമെൻറ്റ് ശേഷം ഞാൻ ഒരു തുള്ളൽ കളരി സ്ഥാപിക്കുകയാണുണ്ടായത്. ഒരു കൂത്തമ്പലം പണിത് അവിടെ ധാരാളം കുട്ടികൾ ഇപ്പോൾ ഈ ഓട്ടംതുള്ളൽ എന്ന നമ്മുടെ തനത് കല പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം എൻ്റെ ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ മലയാളത്തിൻ്റെ ഈ തനത് കലയെ അടുത്ത തലമുറയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമാണ്. അതിന് പകർനാട്ടം എന്ന് പേര് കൊടുത്തിട്ട് പല സ്കൂളുകളിലും പൊതുരംഗങ്ങളിലും പൊതുവേദികളിലും ഒക്കെ തന്നെ ഞാൻ തുള്ളൽ അവതരിപ്പിച്ചു കൊടുക്കുകയാണ്. തുള്ളലിനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അടുത്ത തലമുറ ഈ മലയാളത്തിൻ്റെ കല അറിയുന്നതിന് വേണ്ടി പുറമെ ഉള്ള പൊതുസ്ഥലങ്ങളിലും സ്കൂളുകളിലും കുട്ടികൾക്കുമായി ഞാൻ ഇപ്പോൾ ഓട്ടംതുള്ളൽ എന്ന കല അഭ്യസിപ്പിച്ചും അതിനെക്കുറിച്ചുള്ള സ്വാധാരണ ക്ലാസ്സുകളും നടത്തി തുള്ളൽ അവതരിപ്പിച്ചുകൊണ്ടും ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കേരള സംഗീത നാടക അക്കാദമി പുരസ്കാരം, സാംസ്കാരിക വകുപ്പിന്റെ ലക്കിടി കുഞ്ചൻ സ്മാരക പുരസ്കാരം, ഗുരുവായൂരപ്പൻ ക്ഷേത്രകലാ പുരസ്കാരം, കേരള കലാമണ്ഡലം തുള്ളൽ പുരസ്കാരം തുടങ്ങി നിരവധി ബഹുമതികൾ ഇദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. പണ്ട് നമ്പ്യാർ പറഞ്ഞതുപോലെ ഇത് തുള്ളക്കാരെ സംബന്ധിച്ചിടത്തോളം അരിമണിയൊന്നു കുറയ്ക്കാനില്ല, കരിവളയിട്ടു കിലുക്കാൻ മോഹങ്ങളുണ്ട്, വേദികളില്ല. അതുകൊണ്ട് തന്നെ ഈ കലയെ പോഷിപ്പിക്കുന്നതിനും അടുത്ത തലമുറ എത്തിക്കുന്നതിനുള്ള ശ്രമമായാണ് ഞാൻ ഇന്നിവിടെ അവതരിപ്പിക്കുന്ന തുള്ളൽ കഥ. അമൃത ന്യൂസ്, തൃശ്ശൂർ.